ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു 4 BHK+1 സ്റ്റഡി റൂമായി വരുന്ന ഒരു കിടിലം വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. എങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് കാണാം, മനോഹരമായൊരു നല്ലൊരു വില്ല പ്രൊജക്റ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം തേവയ്ക്കൽ എന്ന സ്ഥലത്താണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം ദൂരവും വരുന്ന മനോഹരമായ ഈ വീട് നമുക്ക് കാണാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4600 ഒറിജിനൽ ലാൻഡിൽ 2200ഓളം സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വലിയൊരു വീടാണ്. 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും ഈ വീടിന് നൽകിയിരിക്കുന്നു. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. മനോഹരമായൊരു ചുറ്റുമതിലാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഈ മതിലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. മനോഹരമായ ഒരു എലവേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 8ഓളം വീടുകളാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 5ഓളം വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ടായി കഴിഞ്ഞു. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KWA കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരേ സമയത്ത് തന്നെ 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഈ വീടിന് നൽകിയിരിക്കുന്നു. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും 2 ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ സൈഡ് വശങ്ങളിലായി മനോഹരമായ രീതിയിൽ തന്നെ പ്ലാന്റുകൾ നൽകിയിരിക്കുന്നു. നല്ല സെറ്റ് ബാക്കോട് കൂടി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചത്. നമുക്ക് കാണാം അത്യാവശ്യം സെറ്റ് ബാക്ക് ഏതാണ്ട് 1.5 മീറ്റർ സെറ്റ് ബാക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്തെല്ലാം ഗ്ലാഡിങ് സ്റ്റോണെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം നല്ലൊരു മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു 6-7 മിനിറ്റ് യാത്ര മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നുള്ളൂ. ഇവിടെയെല്ലാം നല്ല സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിണറാണ് നമ്മൾ ഈ കാണുന്നത്. ധാരാളം വെള്ളം എപ്പോഴും ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വേനൽക്കാലത്ത് പോലും നമുക്ക് കാണാം ധാരാളം വെള്ളം ഈ കിണറിൽ കാണുന്നുണ്ട്. മാത്രമല്ല KWA കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് ഈ വീടിൻ്റെ ഉൾവശത്തേക്ക് പോയ ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഗ്രാനൈറ്റ് ഫ്ലോറിങ്ങിൽ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. 2 പാളികളിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല സൈഡ് വശങ്ങളിൽ ഒരു വിൻഡോ നൽകി അതിൽ ഗ്ലാസ് എല്ലാം നൽകിയിരിക്കുന്നു. മെയിൻ ഡോറ് 2 പാളികളിൽ നൽകിയിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് ഈ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്ത് തന്നെയാണ് ഈ TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡ് മെറ്റീരിയൽസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ഒരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. ഇതുകൊണ്ട് സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ധാരാളം കബോർഡ് വർക്കുകൾ, ഇൻവെർട്ടർ യൂണിറ്റ്, മറ്റ് സാധന സാമഗ്രികൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ, കോമൺ വാഷ് ഏരിയ വരുന്നത്. ഇവിടെ എല്ലാം കബോർഡ് വർക്കുകൾ മനോഹരമാക്കിയിരിക്കുന്നു. ഈ വാഷ് കൗണ്ടറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല, അത് ചെയ്ത് നൽകുന്നതാണ്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ ഒരു ഗ്രേ ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് കേട്ടോ ഈ വീടിൻ്റെ ഈ ബർണർ വയ്ക്കുന്ന ഒരു ദിക്ക് വരുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം. ഏതൊരു വലിയ ബെഡും നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. മാത്രമല്ല സീലിംഗ് ഫാൻ, അതും BLDC സീലിംഗ് ഫാൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. സാനിറ്ററി ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു.
ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസായ ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. മാത്രമല്ല വലിയ വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ഈ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബാത്റൂമിൻ്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. മനോഹരമായ ഫസ്റ്റ് ഫ്ലോർ. സ്റ്റെയർകേസ് എല്ലാം ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലായി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗം ഓപ്പൺ എന്നല്ല ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അടിഭാഗത്തായി ലിവിങ് സ്പേസ് ആണ് വരുന്നത്. 2 ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 2 ബെഡ്റൂമിൽ ഇവിടുത്തെ തേർഡ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം വിത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നമുക്ക് കാണാം നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. സാനിറ്ററി ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയാൽ മനോഹരമായ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ്, ഗ്ലോസി ഫിനിഷുള്ള വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം സൈഡിലേക്ക് പോയാൽ സ്പേഷ്യസ് ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്. സാനിറ്ററി ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് പോകാം. മനോഹര ഒരു ബാൽക്കണി, നല്ല സ്പേഷ്യസ് കൂടി തന്നെയുള്ള ഒരു ബാൽക്കണി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഹാൻഡ് റെയിലായി GS സ്ക്വയർ ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു സ്റ്റഡി റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 1,06,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വീട് പർച്ചേസ് ചെയ്യാൻ എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും ലഭ്യമാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.